കർത്താവെ, തിരുനാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവെ, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സകല കുടുംബങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് നൽകുന്ന നന്മയും അനുഗ്രഹവും കർത്താവെ ഓരോ കുടുംബത്തിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരുണ്ട്, ദുഃഖത്തിലായിരിക്കുന്നവരുണ്ട്, വേദനയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലും ശരീരത്തിലും ആത്മാവിലും ഒരുപോലെ അങ്ങ് നൽകുന്ന സൗഖ്യവും സ്വാതന്ത്ര്യവും വിടുതലും ദൈവശക്തിയും അനുഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Lord Jesus, this morning we pray for each of our family members, Lord God. We pray for each person, Lord. We pray for each husband, each wife, Lord. For each father, each mother, for each son and each daughter, Lord Jesus. We pray for elderly parents at this time, Lord God. We pray for health restorations. We ask for your breakthroughs. We ask for your healings. We ask for your miracles to happen today, O Lord. Lord, on this day, Lord God, as we're going for different works outside, we ask for divine mercy, Lord. Lord, we ask for your touch, Lord, for healing, Lord, for each person, Lord God, right now. We pray for people who are suffering who could not sleep last night, Lord. People are suffering with different type of muscular issues in the body, Lord God. People are suffering with MS, Lord God. We pray for them right now, Lord Jesus. Almighty God, we pray for people with diabetics, Master, high and low, Lord, different levels they are, Lord. Lord, we pray for normality, Lord. We pray for each medical test that's happening today, Lord, for each biopsies, Master, each MRIs, Lord, each scans today, Lord, we pray for them, Lord. Lord, we pray for sons and daughters who are going to schools, colleges, universities, Master. Lord, we ask for divine traveling mercies to be with them, O Lord God. Protect them, we pray, O Lord God. We bless each of our sons and daughters, O Lord. We pray for the ones going for exams today, Lord. We pray, Lord Jesus, they will get excellent, good scores, O Lord God. We ask for wisdom, knowledge, understanding, Lord, and your divine favor for each one of them. Lord, we pray that you shall be with them, Lord God, as they go for job interviews today, Lord. As they go for IELTS and OET exams, different preliminary exams, Lord God, we pray for them. Lord, we ask you to bless them in your mighty name. All ask your name, Jesus. Amen. കർത്താവേ, സകല രോഗികൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്യാസന്ന നിലയിലായവർക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആക്സിഡൻറ്റ് വന്ന് കിടക്കുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാക്കുന്നു. കരണ്ടടിച്ച് കർത്താവ് അത്യാസന്ന നിലയിലായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ സൗഖ്യമാകുന്നു. പൊള്ളലേറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ സൗഖ്യമാക്കുന്നു. കർത്താവേ, ആശുപത്രിയിൽ കർത്താവെ സ്ട്രോക്ക് വന്ന് കിടക്കുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. ഹാർട്ട് അറ്റാക്ക് വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാർട്ടിൻ്റെ കർത്താവ് വാൽവിന് തകരാറുള്ളവരെ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്ന ഹാർട്ടിന് സുഷിരമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ സൗഖ്യമാക്കുന്നു. ഹാർട്ടിൻ്റെ എല്ലാ പ്രോബ്ലംസും കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്യാൻസർ രോഗികൾക്കായി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ സൗഖ്യമാക്കുന്നു. കിഡ്നിക്ക് പ്രയാസമുള്ളവരെ എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ലിവർ പ്രോബ്ലം കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. വയറ്റ് വരുന്ന എല്ലാ അസുഖത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്നു. വയറിലെ ക്യാൻസർ സൗഖ്യമാക്കുന്നു. ഈസോഫേഗസ് ക്യാൻസർ സൗഖ്യമാക്കുന്നു. കൊളോൺ ക്യാൻസർ സൗഖ്യമാക്കുന്നു. പ്രോസ്റ്റേറ്റ് ക്യാൻസർ സൗഖ്യമാക്കുന്നു. കർത്താവ്, യൂട്രസ് ക്യാൻസർ സൗഖ്യമാകുന്നു. ഓവറി സിസ്റ്റ് കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. ബ്ലീഡിങ് നിൽക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാകുന്നു. യൂട്രസിലെ എല്ലാ പ്രോബ്ലവും കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാക്കുന്നു. തലയിൽ വരുന്ന എല്ലാ അസുഖത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബ്രെയിൻ ട്യൂമർ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അൽഷൈമേഴ്സ് രോഗം സൗഖ്യമാകട്ടെ. പാർക്കിൻസൺസ് ഡിസീസ് സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപിതാവേ, ഇന്നേ ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, സ്ത്രീ സമൂഹത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രായത്തിലിരിക്കുന്ന മാതാവ് മുതൽ ഇപ്പോൾ ജനിച്ച കുഞ്ഞുവരെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ. പ്രായത്തിലിരിക്കുന്ന മാതാക്കൾ, വിവിധ രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ, തീരാവ്യാധികളാൽ കിടക്കമേലായിപ്പോയവർ, മാനസിക സംഘർഷ നിമിത്തം ഭവനങ്ങളിൽ അടയ്ക്കപ്പെട്ടവർ, ഭവനം വിട്ട് പുറത്തു പോകുന്നവർ, ഓർമ്മശക്തി ഇല്ലാത്തവർ, പാർക്കിൻസൺസ് എന്ന രോഗത്താൽ ഭാരപ്പെടുന്ന അനാഥരെ, വിധവമാരെ, അശ്രനരെ, ദുഃഖിതരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അങ്ങ് ക്രൂശിൽ തികച്ചെടുത്ത സൗഖ്യം ഇപ്പോൾ അവരിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ അവർ ബലത്തോടെ വാഴുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്നവരുടെ യാത്രകൾ ക്ഷേമമാകട്ടെ. ഇൻ്റർവ്യൂവും ടെസ്റ്റും എക്സാമിനുമായി പോകുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മികവിൻ്റെ ആത്മാവിനാൽ അവരെ നിറയ്ക്കണം. വിവിധ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന ജീവിതങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവരുടെ പ്രയാസങ്ങൾ മാറ്റി ഇന്നത്തെ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ വേഗത്തിൽ ചെയ്യുവാനുള്ള കാര്യപ്രാപ്തിയും കാര്യക്ഷമതയും നൽകി അവരെ പാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പോലീസുകാർക്കായി, പട്ടാളക്കാർക്കായി, നേഴ്സുമാർക്കായി, ഡോക്ടേഴ്സിനായി, ക്ലീനിങ് സ്റ്റാഫിനായി, ടീച്ചേഴ്സിനായി, വീട്ടമ്മമാർക്കായി, കൈത്തൊഴിലുകൾ ചെയ്യുന്നവർക്കായി, ബിസിനസ് ചെയ്യുന്നവർക്കായി, കർഷകർക്കായി പ്രാർത്ഥിക്കുമ്പോൾ
സ്വർഗത്തിലെ ദൈവമേ, മികവിൻ്റെ ആത്മാവിനാൽ ഓരോരുത്തരെയും നിറയ്ക്കണം. അവരുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളിൽ വസിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകുവാനിടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ്, വിവാഹം നടക്കാനുള്ള ആൺമക്കളെയും പെൺമക്കളെയും എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല വിവാഹബന്ധങ്ങൾ, നല്ല കുടുംബജീവിതം അവർക്ക് നൽകി കൊടുക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഏജൊക്കെയും ഒത്തിരി മുൻപോട്ട് പോയ മക്കളുണ്ട്, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകല തടസ്സങ്ങളെയും അങ്ങ് മാറ്റി കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹമൊക്കെ ഉറപ്പിച്ചിരിക്കുന്ന മക്കളുണ്ട്, അവരുടെ സകല ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് സാമ്പത്തികമായ ആവശ്യങ്ങളെല്ലാം തക്ക സമയത്ത് അങ്ങ് നിറവേറ്റി കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാം ഭംഗിയായി നടക്കുവാൻ ദൈവമേ അങ്ങയുടെ കൃപ അവരോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിവാഹ ജീവിതത്തിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ആ ദമ്പതികളെ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങേക്കൊന്നും അസാധ്യമല്ല. കർത്താവെ, അങ്ങ് ആ കുടുംബത്തെ അനുഗ്രഹിച്ചിട്ട് അനുഗ്രഹിക്കപ്പെട്ട ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ അവർക്ക് നൽകി കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാരിങ്ങിൽ ആയിരിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി അവർ ഉദരത്തിൽ വളർന്ന കുഞ്ഞിനെയും പ്രാർത്ഥിക്കുമ്പോൾ അവരെ അങ്ങ് അനുഗ്രഹിച്ചാട്ടെ. ദൈവിക ആരോഗ്യം ബലവും നൽകി കൊടുക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സകല കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Hallelujah, Hosanna.
45 verse number 2 says, every day I will bless you, O Lord, and I will praise your name forever and ever. നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. ഹല്ലേലൂയ. വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ സണിജയ നമ്മുടെ ജീവിതത്തിൻ്റെ ലെറ്റ് ദിസ് ബി ദ റിസോൾവ് ഓഫ് അവർ ലൈഫ് ദാറ്റ് ഐ വിൽ ബ്ലസ് ദ ലോർഡ് അറ്റ് ഓൾ ടൈംസ്. അല്ലേ, എല്ലായ്പ്പോഴും ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും, ദൈവത്തെ ആരാധിക്കും. നമുക്കറിയാം പ്രേയിങ് കേരള പല സ്ഥലങ്ങളിൽ കുടുംബയോഗങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം YMCAകൾ, YWCAകൾ, മറ്റ് പല ഓഡിറ്റോറിയങ്ങളൊക്കെ നമ്മൾ അത് റെൻറ്റിന് എടുത്തിട്ട് അവിടെയാണല്ലോ പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾക്ക് വരാനുള്ള ഒരു സൗകര്യം ഒരുക്കുന്നത്. അപ്പം നമുക്ക് ഇന്നേ വരെയുള്ള അനുഭവങ്ങളിൽ ഈ 3849 ദിവസങ്ങളിൽ ഇതുവരെയും നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ഓഡിറ്റോറിയങ്ങളും അതിൻ്റെ ഉടമസ്ഥരും അതിൻ്റെ മാനേജ്മെൻറ്റും അതിൻ്റെ ടീമും അവിടെ വർക്ക് ചെയ്യുന്നവരും എല്ലാം പ്രേയിങ് കേരളയുടെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട്. ഈ വലിയ കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ അവർ തന്നെ ഇനിഷ്യേറ്റ്. അപ്പം YWCAയുടെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന ആൾ അവിടെ നടക്കുന്ന ഈ പ്രാർത്ഥനയൊക്കെ കണ്ടതിന് ശേഷമായിട്ട് അവരുടെ ഉള്ളിലും ഒരു ആഗ്രഹം, ഒരു ചിന്ത, എൻ്റെ വിഷയവും പ്രേയിങ് കേരളയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും. അവരുടെ വിഷയം ഇതാണ്, അവരുടെ മകന് MSc ഫൈനാൻസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് സിംഗപ്പൂരിലുള്ള ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂരിൽ അവർക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ട്. പക്ഷേ അതിന് ഒത്തിരി കടമ്പകളാണ്. ഒന്ന്, ഒത്തിരി ടെസ്റ്റുകളുണ്ട്. 2, വലിയൊരു തുക ലോൺ കിട്ടിയാലേ ഈ മകൻ അങ്ങോട്ട് പോകാനും പറ്റത്തുള്ളൂ. ഇവരും കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന അത്രയും വലിയ തുക കൊണ്ട് ഈ ഒരു വലിയ തുക കണ്ടെത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ ചെയ്തത് പ്രേയിങ് കേരളയുടെ കുടുംബയോഗം കൊണ്ട് നടക്കുന്നു എന്ന് മനസ്സിലായിട്ട് ഇവർ ആ പ്രാർത്ഥനാ വിഷയം അവിടെ എഴുതി വെച്ചു, ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ചെയ്ത അനുഗ്രഹം സണിച്ച ഇന്നലെ അവർ 17/12/2024 അവർ പറഞ്ഞ വാചകം, ഒരു പ്രയാസവും കൂടാതെ പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാ വാതിലുകളും അനുകൂലമായി തുറന്നു കിട്ടി. അടഞ്ഞുപോയ വാതിലിനെ തുറന്നു തരുന്ന കർത്താവ്. പ്രതീക്ഷയുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷെ പ്രതീക്ഷിക്കാൻ വകയില്ല. തടസ്സങ്ങൾ, മുഴുവൻ വാതിലും അടഞ്ഞു കിടക്കുക, എങ്കിലും പ്രവർത്തിക്കുന്ന യേശു. ആ തിരുവെഴുത്ത് നോക്കിയത്, ഐ വിൽ ബ്ലസ് ദ ലോർഡ് എവറി ഡേ, ഐ വിൽ ബ്ലസ് യു ആൻഡ് ഐ വിൽ പ്രൈസ് യുവർ നെയിം ഫോർ എവർ. ഫോർ number 1, I will extol you, my God, O King, and I will bless your name forever and ever. 145-1-2 എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും, നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. ഹല്ലേലൂയ. ഈ യേശു എത്ര നല്ലവൻ, എത്ര മതിയായവൻ. ഇത് പറഞ്ഞ ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു വിഷയം, പക്ഷെ അവരുടെ കാര്യത്തിൽ വലിയ കാര്യമാണ്. അവർ കൊച്ചുമകളുമായി സൗദി അറേബ്യയിൽ പോകാൻ വിസ കിട്ടാൻ പല വഴികളും ശ്രമിച്ചിട്ടും കിട്ടിയില്ല. അല്ല, അവസാനം പ്രേയിങ് കേരള വിളിച്ചു പറഞ്ഞു, ഒരു ദിവസം വൈകിട്ടാണ് വിളിച്ചു പറഞ്ഞു ഈ വിഷയത്തിനായി വൈകിട്ട് വിളിച്ചു പറഞ്ഞു. പിറ്റേ ദിവസമായപ്പോൾ വിസ കൈ കിട്ടി. കർത്താവ് അല്ലാതെ കഴിയാത്ത ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്, ദൈവ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ ചെയ്യുന്ന ഇത് മാത്രമേ ഉള്ളൂ. എവറി ഡേ ഐ വിൽ ബ്ലസ് യു ലോർഡ്. എൻ്റെ വിഷയത്തിന് മറുപടി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എൻ്റെ ദൈവമേ, അങ്ങ് വലിയവനാ. അത് ഭയങ്കര ശക്തിയാണ്. നമ്മൾ ഏതൊരു താഴ്ന്ന നിലയിലാണെങ്കിലും കർത്താവിനെ ആ നിലയിൽ സ്തുതിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റത്തില്ലെന്ന് വരും, പക്ഷെ വരത്തില്ല. അതിന്റെ റിസൾട്ട് അന്നല്ല അറിയാൻ പറ്റും. തീർച്ചയായിട്ടും. സോ ഇയർ എൻഡിങ്ങിലേക്ക് നമ്മൾ വന്നപ്പോൾ നമുക്ക് നമ്മുടെ ഫോക്കസ് മുഴുവൻ അതാകട്ടെ, എനിക്കൊരു വലിയവനായ ദൈവമുണ്ട്, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച് ഉന്നതനും ഉയർത്തെഴുന്നേറ്റവനും ശാശ്വതവാസിയുമായ യേശു കർത്താവ് എനിക്ക് ഉണ്ട്. ആ ഉറപ്പോട് പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവേ, എനിക്ക് ആവശ്യം. യെസ്, എന്നെ അനുഗ്രഹിച്ച് എന്നെ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാക്കി തീർക്കണം. ഈ പിതാവിനെ സ്ട്രോക്കിനെ തുടർന്ന് ഇവർ
ബഹറിനിൽ ജോലിയിലായിരുന്നു, നല്ല നിലയിൽ ജോലിയിലൊക്കെ ആയിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് അസുഖം വന്നു. അദ്ദേഹത്തെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. ചികിത്സകളൊക്കെ പല ആശുപത്രികളിൽ നിന്ന് ചികിത്സിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഒട്ടും ചലനമില്ലാത്ത സ്ഥിതിയിൽ വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരോട് ആരോ നല്ല ഹൃദയമുള്ളവർ പറഞ്ഞു കൊടുത്തത്, പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്നൊരു യേശുവുണ്ട്. എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു 4 മാസം മുമ്പ് മാവേലിക്കര കുടുംബയോഗത്തിന് പോയപ്പോൾ ഇവരുടെ ഹസ്ബൻഡുമായിട്ട് ഈ സുജ വന്നു. ഒരു ഓട്ടോയിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് തന്നെ വളരെ പാടുപെട്ട് അദ്ദേഹത്തെ വണ്ടിയിലൊക്കെ കയറ്റുകയൊക്കെ ചെയ്തത്. എന്താണെങ്കിലും നമുക്കറിയാം, രോഗികളെ കൊണ്ടുവരേണ്ട അത്യാവശ്യമില്ല. ആരെങ്കിലും കർത്താവിൽ എനിക്ക് എൻ്റെ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഒരാൾ ശരിക്കും വന്നാൽ മതി. പക്ഷേ ഇവർ അവരുടെ ഹസ്ബൻഡുമായിട്ട് ഓട്ടോറിക്ഷയിൽ വന്നു. നമ്മൾ ആ റോഡ് സൈഡിൽ പോയിട്ട് ആ ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്ന മനുഷ്യൻ്റെ കയ്യിൽ ഒരു തുള്ളി എണ്ണ തൊട്ട് പ്രാർത്ഥിച്ച് നമ്മളിങ്ങ് പോകുന്നു. പിന്നീടൊന്ന് വിളിച്ച് വിവരമൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ ഇന്നലെ അദ്ദേഹം ഭാഗികമായി നടന്ന് ആ ഓട്ടോറിക്ഷയ്ക്ക് പകരം അദ്ദേഹം ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ ഇടതുവശത്തിന് ഇപ്പോഴും പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ എങ്കിലും അവരുടെ ആ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞത്. അത് 100% സൗഖ്യം കർത്താവ് നൽകി തരികയും ചെയ്യും. ഇന്നലെ ഞാൻ അവരെ കണ്ടപ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായി. യേശു എത്ര നല്ലവനാണ്. തികഞ്ഞ സൗഖ്യത്തോടെ ജേക്കബിനെ ആക്കിയെടുക്കുവാൻ യേശു മതിയായവനാണ്. ഈ പകൽ അതുമാത്രമല്ല അവർ പറഞ്ഞത്, അവരുടെ വീടിൻ്റെ പണികൾ മറ്റും കാര്യങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുകയായിരുന്നു. അതും ഈ 4 മാസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു. പല കാര്യങ്ങളിൽ യേശുവിൻ്റെ വിടുതൽ അനുഭവിക്കാൻ സാധിച്ചു. സോ വർഷം ആരംഭിച്ചത് ദുരിതത്തോടു കൂടിയാണ്, എന്നാൽ വർഷം അവസാനിക്കുന്നത് വലിയവനായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവരുടെ വീട്ടിൽ ആരംഭിച്ചു കഴിഞ്ഞു. അത് പൂർണ്ണമായില്ല, ആരംഭിച്ചു കഴിഞ്ഞു. ആൻഡ് ദൈവം ആരംഭിച്ച പ്രവൃത്തിയെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, പോൾ ദി അപ്പോസ്റ്റൽ സേസ് ടു തിമോത്തി that he who began a good work in you shall accomplish it till the day of Jesus Christ. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ കർത്താവിൻ്റെ നാളിൽ അതിനെ തികയ്ക്കും. നാളോളം അതിനെ തികയ്ക്കും. So God has his time and he will perfect it. You have a God in Jesus who is a perfecter. എല്ലാത്തെയും തികച്ചെടുക്കുന്ന ഒരു കർത്താവിനെ നമുക്കുണ്ട്. പാലക്കാട് ഒരു ലേഡി ഇല്ലായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾ മരുമക്ക് ഗർഭിണിയാകും, പക്ഷേ അബോർഷനായിപ്പോയി. 3-4 പ്രാവശ്യം ഇങ്ങനെ അബോർഷനായിപ്പോയി. പക്ഷേ ഈ പ്രേയിങ് കാണാൻ തുടങ്ങി അവർക്കൊരു വിശ്വാസം വന്നു. ഇപ്പോൾ ഡോക്ടർ 4ാമതും ഗർഭിണിയായപ്പം ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഇതും പറഞ്ഞ് ഇത് അബോർഷനാക്കി കളയണം, ഇപ്പോൾ ബ്ലീഡിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്കൊരു വിശ്വാസം വന്നു. നമ്മൾ എണ്ണയും വെള്ളമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വെള്ളമൊക്കെ എടുത്ത് വെള്ളം കുടിക്കാൻ കൊടുത്തു, എണ്ണയൊക്കെ വയറ് തേച്ച് കൊടുത്തു. വിശ്വാസം, കർത്താവ് എനിക്ക് കുഞ്ഞിനെ തരും. പിന്നെ ആ നല്ലൊരു കുഞ്ഞിനെ അവർക്ക് കൊടുത്തു. ഈ അബോർഷൻ വേണമെന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞാൽ ശരിയായിരിക്കും. പക്ഷെങ്കിൽ എണ്ണയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് കർത്താവിലെ വിശ്വാസത്തിൽ നല്ല കുട്ടിയെ അവർക്ക് കിട്ടി. ബൈബിൾ തരുന്ന ഒരു ഉറപ്പുണ്ട്, ഗർഭനാശത്തെ ദൈവം മാറ്റിത്തരും. അങ്ങനെ ഒരു തിരുവെഴുത്ത് ബൈബിളിലുണ്ട്. ഞാൻ ആ റെഫറൻസ് ഇപ്പോൾ ഓർക്കുന്നില്ല. സനിജ ഇപ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇത് മിസ്സസ് ശോശാമ്മ വർഗീസ് ചെയ്ത കാര്യം. ഇവരുടെ അയൽവക്കത്ത് ശ്യാമള എന്നു പേരുള്ളൊരു വ്യക്തി ക്യാൻസർ നിമിത്തം വളരെ വിഷമിക്കുക, ചികിത്സകളിലൂടെ ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേങ്കിൽ അതിൻ്റെ സ്ഥിതി വളരെ പ്രയാസം നിറഞ്ഞതായി. അപ്പോൾ ഇവർ മാവേലിക്കര കുടുംബയോഗത്തിൽ വന്ന് ഇതുപോലെ ആ വിഷയം അവിടെ എഴുതി വെച്ചു, അയൽവാസിയുടെ സൗഖ്യത്തിന് വേണ്ടി. നമുക്കറിയാം, നമ്മുടെ ഓയിക്കോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക സമയത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ട്. അപ്പോൾ ഇവരും അവരുടെ അയൽവക്കത്തുള്ള വ്യക്തിയുടെ വിവരം എഴുതി വെച്ചു, പ്രാർത്ഥിച്ചു. ഇന്നലെ ഈ അമ്മ വന്ന് പറഞ്ഞത്, മാവേലിക്കരയിൽ 53ാമത്തെ കുടുംബം, അവർ പറഞ്ഞ വാക്ക്, യേശു അവർക്ക് പരിപൂർണ സൗഖ്യം നൽകിക്കൊടുത്തു. 21 വയസ്സുള്ള ഒരു മകള് അവരുടെ വീടിൻ്റെ അടുത്തുണ്ട്, പേരൊഴിവാക്കട്ടെ. അതിൻ്റെ പ്രശ്നം, അതിൻ്റെ തലയിൽ മുടി ഇല്ല. കൈയുടെ വെള്ള എങ്ങനെയാണോ, അവരുപയോഗിച്ച വാചകം ഞാനത് ഇവിടെ എഴുതിയിട്ടുണ്ട്, കൈവെള്ള എങ്ങനെയാണോ അങ്ങനെയാണ് തല. 1.5 ലക്ഷം രൂപയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, ഒരു പ്രയോജനമില്ല. അടുത്ത പല ട്രീറ്റ്മെൻറ്റുകൾ, എവിടെയൊക്കെ ട്രീറ്റ്മെൻറ്റുകളുണ്ടോ അതിൽ 21 വയസ്സുള്ളൊരു പെങ്കൊച്ച. അപ്പോൾ അതിന് ഇങ്ങനെ ഇവർ ചികിത്സകളും എണ്ണയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. പക്ഷെ ഒരു മാറ്റവും ഇല്ലാതെ വന്നപ്പോൾ ഈ ആൻറ്റി വന്ന് പറഞ്ഞു അവരോട്, ഞാൻ പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്,
പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു യേശുവിനെ എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. മോളെ, ഞാൻ അവിടുന്ന് കിട്ടിയ ഒരല്പം എണ്ണ കൊച്ചിന് പ്രാർത്ഥിച്ചു തരാം. അതിന് കൊടുത്തിട്ട് തലേ തൊട്ട് യേശുവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സണ്ണിച്ചായ അതിൻ്റെ തലേ മുടിയായി. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശു എത്ര നല്ല. ഇവരുടെ സ്വന്തം മോടെ കാര്യം അല്ലി പറയുന്നത്. നോക്കി, മറ്റുള്ളവർ, അയൽക്കാർ, അതാ യേശുവിൻ്റെ സ്നേഹത്തിന് മാത്രമേ മറ്റുള്ളവരുടെ ഭാരം കൂടെ ഉൾക്കൊള്ളാനുള്ള ശേഷി തരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, നിങ്ങൾ അന്യോന്യം ഭാരങ്ങളെ ചുമക്കുകയും. വേറൊരു വഴിയിലുമില്ല. നമുക്ക് അയൽവക്ക സ്നേഹം, നാട്ടുകാരുടെ സ്നേഹം, രാജ്യക്കാരുടെ സ്നേഹത്തിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ദുഃഖത്തിലൂടെ ഒക്കെ പോകുന്നവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ എല്ലാം ഒരു പരിമിതിയുണ്ട്. എന്നാൽ പരിമിതിയില്ലാതെ ആളുകളുടെ ഭാരങ്ങളെ, മറ്റുള്ളവരുടെ വേദനകളെയും നമ്മളുടെ വേദനകളായി മാറണമെങ്കിൽ യേശുവിൻ്റെ സ്നേഹമെന്ന ഒരൊറ്റ ഘടകത്തിന് മാത്രമേ നമ്മെ ആ നിലയിലാക്കാൻ. പ്രേയിങ് കേരള is filled with the love of Jesus. യേശുവിൻ്റെ സ്നേഹമാണ് പ്രേയിങ് കേരളയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇന്നലെ വന്ന കുറേ പേര് പ്രേയിങ് കേരളയിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരെക്കുറിച്ച് ഞാൻ എല്ലായ്പ്പോഴും മാവേലിക്കരെ പോകുന്നില്ലല്ലോ. അപ്പോൾ അവർ എന്നോടിങ്ങനെ പറഞ്ഞു, നിങ്ങൾ ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത് ഒത്തിരി നല്ലതായിട്ടാണ്. തീർച്ചയായിട്ടും താങ്ക് യു. അങ്ങനെയുള്ള കമൻസ് പറഞ്ഞതിന് പ്രത്യേകം നന്ദി പറയുന്നു. നമുക്ക് ആരെയും താഴെയായിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം വിശുദ്ധ ബൈബിളിൽ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ, പ്രത്യേകിച്ച് 1-ാമത്തെ വാക്യത്തിൽ, ഇഫ് ദർ ഈസ് എനി കൺസൊലേഷൻ ഇൻ ക്രൈസ്റ്റ് ജീസസ്, ക്രിസ്തു യേശുവിൽ എന്തെങ്കിലും ആശ്വാസം ഉണ്ട് എങ്കിൽ, 2:1 കിട്ടിയ നമുക്കൊന്നിച്ച് വായിക്കാം. ക്രിസ്തുവിൽ നല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിൽ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിയും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. ആ വാക്യം മൂന്നാമത്തെ വാക്യം ഫിലിപ്പിയൻസ് 2:1 മനപ്പാഠമാക്കാൻ പറ്റുമെങ്കിൽ മനപ്പാഠമാക്കേണ്ട 13 വാക്യങ്ങൾ ആദ്യത്തെ ആ ഒരു 2 പാരഗ്രാഫിൽ കിടക്കുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് മനപ്പാഠമാക്കുന്നത് നല്ലതാണ്. Therefore, if Philippians chapter 2 verse number 1 following, therefore if there is any consolation in Christ, if any comfort of love, if any fellowship of the Spirit, if any affection and mercy, if there is any affection and if there is any mercy. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്. എവിടെയെങ്കിലും ഒരു കരുണയുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു ആർദ്രതയുടെ പ്രകടനം വന്നിട്ടുണ്ടെങ്കിൽ, അത് യേശുവിൻ്റെ സ്നേഹത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ അത് എപ്പോഴും ലാഭേച്ഛ കൂടാതെയുള്ള ഒരു പ്രകടനമായിരിക്കും. ബാക്കി എല്ലാ സ്നേഹപ്രകടനങ്ങളും ലാഭേച്ഛയോടുകൂടി ആയിരിക്കും. അതാ ഈ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ലവ് ഓഫ് ജീസസ് ആസ് വെൽ ആസ് എനി അതർ ലവ് ഓഫ് ദ വേൾഡ്. നമുക്ക് അറിയാവുന്ന ഒത്തിരി സ്നേഹങ്ങളുണ്ട്. ഇന്നും പ്രത്യേകിച്ച് ലോകത്തിൻ്റെ പ്രത്യേകതയും സ്നേഹം നടിച്ചു വന്ന് ചതിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ബട്ട് ഒരിക്കൽ പോലും അങ്ങനെ നമുക്ക് പേടിക്കേണ്ടാത്തൊരു സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. Therefore, if there is any consolation in Christ, if any comfort of love, if any fellowship of the Spirit, if any affection and mercy, fulfill my joy by being like-minded, having the same love, being of one accord, of one mind. Again it goes on saying, let this mind be in you which was also in Christ Jesus. അത് ശരിക്കും 1-ാമത്തെ വാക്യത്തിലായിട്ട് ഒന്നാമത് എഴുതേണ്ടതാണ്. ഇത് മൈൻഡ് ഓഫ് ക്രൈസ്റ്റിനെയാണ് ഈ അത് 5-ാമത്തെ വാക്യം ഞാൻ പറഞ്ഞു. പക്ഷേ 5-ാമത്തെ വാക്യം ശരിക്കും 1-ാമത് ഇവിടെ വരേണ്ടത്. അപ്പം നമുക്ക് എളുപ്പം ആ ഓർഡറിൽ പിടികിട്ടിയേനെ. 3-ാമത്തെ വാക്യം, ലെറ്റ് നത്തിങ് ബി ഡൺ ത്രൂ സെൽഫിഷ് ambition or conceit, but in loftiness of mind let each esteem others better than himself. പ്രേയിങ് കേരളയിൽ താഴ്ന്നുള്ള ഒറ്റ വ്യക്തി പോലും ഇല്ല. കാരണം യേശുവിനില്ലെങ്കിൽ നമുക്കും ഇല്ല,
യേശുവിനില്ല എങ്കിൽ നമുക്കുമില്ല. ലെറ്റ് us കൺസിഡർ അതേഴ്സ് ബെറ്റർ ദാൻ ourselves. മറ്റുള്ളവരെ നമ്മളെക്കാൾ അവരവരെക്കാൾ ശ്രേഷ്ഠരെന്ന് കാണുക. അതൊരു വാക്യം സ്ഥലം കുറച്ച് കിടന്നതുകൊണ്ട് അവിടെ എഴുതി വെച്ചതല്ല. യേശു ഓരോ വ്യക്തിയെയും മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങളിൽ ആ വിവിധ സാഹചര്യങ്ങളിൽ യേശു കണ്ടുമുട്ടിയ പുരുഷാരം, ഒരു കൂട്ടം ആളുകൾ, ഒറ്റയ്ക്ക് കണ്ട ആളുകൾ, ഇവരിലെല്ലാം യേശു അവരെ ബഹുമാനിക്കുക ചെയ്തത്, അവരെ ആദരിക്കുക ചെയ്തത്. അല്ലേ? നീ പാപിയാണെന്ന് പറഞ്ഞ് വലിയൊരു കല്ല് അവരുടെ മണ്ടയ്ക്ക് ഇട്ടില്ല. നീ കുടുംബപരമായി നിങ്ങളെല്ലാം നശിച്ചവരായതുകൊണ്ടാണ് നിൻ്റെയും കണ്ണിങ്ങനെ ഇരിക്കുന്നതെന്ന് ആരോടും യേശു പറഞ്ഞില്ല. കുഷ്ഠരോഗിയെ കണ്ടിട്ട് നിങ്ങളുടെ വീട്ടുകാർ മുഴുവൻ അഴുക്ക് സ്വഭാവമുള്ളവർ, അതുകൊണ്ടാണ് നിനക്ക് ഈ കുഷ്ഠരോഗം വന്നതെന്ന് യേശു ഒരിക്കലും പറഞ്ഞില്ല. റാദർ യേശു അവരെ റെസ്പെക്റ്റ് ചെയ്ത്, യേശു ഒരുപക്ഷെ ആയിരിക്കാം, എങ്കിലും യേശു ആ പഴയ ചരിത്രത്തിലേക്ക് പോകാതെ അവിടം മുതൽ ഒരു പുതിയ അധ്യായത്തെ യേശു തുടങ്ങിക്കൊടുത്തു. അത് ഉയർച്ചയുടെയും മാന്യതയുടെയും ശ്രേഷ്ഠതയുടെയും ഉത്കൃഷ്ടതയുടെയും വഴികളിലേക്കാണ് യേശു അവരെ കൈപിടിച്ച് കയറ്റിവിട്ടത്. അന്ന് ആ വഴികരിയിരുന്ന കുരുടൻ പിന്നീട് ഒരിക്കലും ആ വഴികരിയിൽ ഇരുന്ന് യാചിച്ചിരിക്കുന്ന ഒരു ചരിത്രം ലോകത്തിൽ ഉണ്ടായിട്ടില്ല. യേശു അവനെ ജീവിതത്തിൻ്റെ ഉന്നത പാന്താവിലേക്ക് കൈപിടിച്ച് കയറ്റുക ചെയ്യും. ദാറ്റ് ഈസ് ദ സെയിം ജീസസ് ടുഡേ വി ഹാവ്. അതേ യേശു ഇന്ന് നമുക്കുള്ളത് ഏതവസ്ഥയിലും അല്ലേ? ഏതവസ്ഥയിലും. സോ നമ്മൾ വായിച്ചു തുടങ്ങിയ വാക്യം, ഐ വിൽ ബ്ലസ് ദ ലോർഡ് എവ്രി ഡേ ഫോർ ഹീ ഈസ് ഗ്രേറ്റ് ആൻഡ് മൈറ്റി. ഹല്ലേലൂയ. അവൻ വലിയവനും ശ്രേഷ്ഠനും ഉന്നതനുമാകയാൽ ഞാൻ എൻ്റെ കർത്താവിനെ എല്ലാ ദിവസവും വാഴ്ത്തും. ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും. ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും. ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. സണ്ണിച്ചായ, ഇന്ന് ഈ ഓയ്ക്കോസിന് വേണ്ടി അവരുടെ അയൽവക്കത്തുള്ള 2 വ്യക്തികളിൽ യേശുവിൻ്റെ മറുപടി എത്തിച്ചു കൊടുത്ത, പ്രവർത്തിക്കുന്ന യേശുവിനെ എത്തിച്ചു കൊടുത്ത ഈ അമ്മയെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു കണ്ടിരുന്നു എങ്കിൽ യേശു പറഞ്ഞേനെ, സൂസമ്മേ, നിന്റെ വിശ്വാസം പോലെ വിശ്വാസം ഞാൻ ഈ രാജ്യത്തെങ്ങും കണ്ടിട്ടില്ല. എത്ര വലിയ കാര്യം. ഇവർക്ക് അതിന് വല്ല ആവശ്യമുണ്ട്? അയൽക്കാരാണ്, അവരുടെ വീട്ടിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. മകൻ്റെ കാര്യമുണ്ട്, മകളുടെ കാര്യമുണ്ട്, കുടുംബത്തിലെ കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്രയും ഭാരമുള്ളപ്പോൾ ഇവരെന്തിനാ അയൽക്കാരുടെ കാര്യം? അതാ അമ്മയുടെ കഴിവല്ല, പകരം അവർ വഹിച്ച ദൈവസ്നേഹമാണ് അതിലേക്ക് അവരെ എത്തിച്ചത്. ബൈബിൾ വ്യക്തമാക്കുന്നു, പോൾ ദി അപ്പോസ്റ്റൽ സേസ്, the love of Christ constraineth me. അല്ലേ? എൻ്റെ യേശുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു, എന്നെ മുൻപോട്ട് പോകാൻ തള്ളിവിടുക. ഒരു തകർന്ന വ്യക്തി കൂടെ ഉണ്ടോ? അവരിലേക്ക് കൂടെ എത്തിച്ചേരാൻ എന്നെ നിർബന്ധിക്കുക. തണുപ്പും പനിയും കഫക്കെട്ടും പൊടിയും മഴയും വെയിലും ഒക്കെ ഉള്ളപ്പോഴും ദൈവം ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം നമ്മളിത് ചെയ്യാൻ കാരണം ഇത് മാത്രമാണ്. ദിസ് ഈസ് ദ ഓൺലി ഫാക്ടർ ദാറ്റ് കമ്പൽസ് us to do what God wants us to do in this season, and that is nothing but the love of Jesus. യേശുവിൻ്റെ the compelling love of Jesus, constraining love of Jesus, യേശുവിൻ്റെ നിർബന്ധിക്കുന്ന ആ സ്നേഹം, തള്ളി ഉദ്ദേശപൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്ന ആ സ്നേഹം, ഈ യേശുവിൻ്റെ സ്നേഹം എത്ര വലിയ സ്നേഹം. കൊല്ലത്ത് വരുന്ന ഒരു മകള് വരും, സുമെന്ന് പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ നമ്മുടെ ഇതിന് വന്നായിരുന്നു. അപ്പോൾ ആ മകള് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. മകള് അവരുടെ രണ്ട് നിലയിൽ താമസിക്കുക. താഴെ വാടകയ്ക്ക് താമസിക്കുന്ന അമ്മയ്ക്ക് ഒന്നും ഈ വിറയില്ല. രാവിലെ എഴുന്നേറ്റ് ഭയങ്കര വിറയില്ല. അപ്പോൾ ഈ മകൾക്ക് ഇവിടുന്ന് കൊണ്ടുപോയി എണ്ണ എടുത്ത് പ്രാർത്ഥിക്കണമെന്നുണ്ട്. പക്ഷേ ഒരു പ്രയാസം, ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചാൽ ശരിയാവുന്നു. ഈ മകൾ എന്നെ അടുത്തു ഒരു ദിവസം രാവിലെ, അമ്മയ്ക്ക് എന്നെ പറ്റി ഇപ്പോഴും ഈ വിറയിലാണല്ലോ, അത് ഞാൻ മോളെ കുറേ നാളുകളായിട്ട് ഇങ്ങനെ വിറയില്ല ഒന്നും നടക്കുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ മകൾ ഈ അമ്മയുടെ അടുത്ത് വന്ന് ഈ എണ്ണ തൊട്ട് അറിയാവുന്ന രീതിയിലൊക്കെ പ്രാർത്ഥിച്ചിട്ട് പോയി. അന്ന് രാത്രി ജോലിക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ആ വിറയിൽ മാറി. യേശു എത്ര നല്ലവൻ, യേശു എത്ര മതിയായവൻ. ഇന്ന് ആ വിറയിൽ ട്രെമർ ഒത്തിരി പേർക്ക് ഉണ്ട്. പാർക്കിൻസൺസിൻ്റെ ഭാഗമായിട്ടും അല്ലാതെ ഒക്കെ വിറയലിലൂടെ പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ചിലർ ഭയന്ന് കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ചില മാസങ്ങളിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ 3-4 ദിവസങ്ങൾ അവർക്ക് ഭയമാണ്, മൈഗ്രെയിന്, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല.
അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കെല്ലാം ഇങ്ങനെയാണെന്ന് ആരൊക്കെയോ പറഞ്ഞതുകൊണ്ട് അവരതിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവിലൂടെ ആശ്രയിക്കാം. അതൊക്കെ ഒരുപക്ഷെ ശരിയായിരുന്നേക്കാം. പക്ഷേ എങ്കിലും യേശുവിന് ഒരു പുതിയ തുടക്കം. വീട്ടിലുള്ളവരെല്ലാം കുഷ്ഠരോഗികളായിരുന്നു, എന്നിട്ടും യേശു അവരോട് അങ്ങനെയാണോ, എന്നാൽ പിന്നെ നിങ്ങളും കുഷ്ഠരോഗികളായിട്ട് തീരുന്നോ എന്ന് യേശു ഒരിക്കലും പറഞ്ഞില്ല. യേശു, ഞാൻ നിനക്കൊരു പുതിയ തുടക്കം തരാം അല്ലേ. യാചിച്ച് വീട്ടിലെ സ്ത്രീകൾ മുഴുവൻ 12 വർഷങ്ങൾ രക്തസ്രവക്കാരിയെക്കുറിച്ച് ബൈബിൾ എഴുതി. അപ്പോൾ അവരുടെ വീട്ടുകാരെല്ലാം, എടീ നിങ്ങളുടെ വീട്ടുകാർ മുഴുവൻ ഇങ്ങനെയാണ്, ഈ അസുഖം പണ്ട് തൊട്ടേ നൂറ്റാണ്ടുകളായിട്ടുള്ളതാണ്, അതുകൊണ്ട് നീ വീട്ടിനകത്ത് പുറത്തൊന്നും ഇറങ്ങണ്ട എന്നൊന്നും ആരും പറഞ്ഞപ്പോൾ അവൾ അവിടെ ഇരുന്നില്ല. യേശുവിൻ്റെ അടുത്ത് ചെന്നപ്പോഴും യേശു, ഓ നീ അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് യേശു പറഞ്ഞില്ല. അപ്പോഴും പുറപ്പെടുന്ന ദൈവശക്തി, അപ്പോഴും പുറപ്പെടുന്ന ദൈവശക്തി. God in Jesus has a new beginning for you now, whatever be your challenge today. നമ്മുടെ വെല്ലുവിളി എന്താണെങ്കിലും യേശുവിന് നമുക്ക് വേണ്ടി ഒരു പുതിയ ആരംഭമുണ്ട് ഈ പകൽ. അതുകൊണ്ട് എൻ്റെ പ്രതീക്ഷ യേശുവാണ്. എനിക്ക് വേണ്ടി യേശു പ്രവർത്തിക്കും. കർത്താവ് എനിക്ക് എൻ്റെ വിഷയത്തിന് മറുപടി തരും. ആ കടങ്ങളെ യേശു മാറ്റിത്തരും. ആ മക്കളുടെ വിവാഹത്തെ യേശു നടത്തിത്തരും. എനിക്ക് ആ വീടിനെ ദൈവം തരും. ആ ബിസിനസ്സിൽ ദൈവം ഉയർച്ച തരും. തകർച്ചയ്ക്ക് വേണ്ടി അല്ല ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. യേശുവിന് ഒരു പുതിയ ആരംഭത്തെ, ഒരു പുതിയ നിറവിനെ എൻ്റെ കയ്യിൽ തരാൻ സാധിക്കും. മക്കളില്ല, പല വർഷങ്ങളായി. മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ ആശ്ലേഷിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യം, അതൊക്കെ ചെയ്യുക. പക്ഷേ അപ്പോഴും എൻ്റെ ദൈവത്തിന് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തരാൻ സാധിക്കും. എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തരാൻ ഒരുപക്ഷെ സാറ അത് എല്ലാ ദിവസവും പറഞ്ഞു കാണും അല്ലേ. ദാസിയുടെയൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് അമ്മാനും ആടുമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തരാൻ കഴിയുന്ന എൻ്റെ യേശു, ആ വിശ്വാസത്തോടെ എന്നെ എഴുന്നേൽപ്പിക്കുന്ന കർത്താവിൽ ഉള്ള വിശ്വാസത്തോടെ, എക്സാമിന് നല്ല റിസൾട്ട് തരാൻ കഴിയുന്ന യേശുള്ള വിശ്വാസത്തോടെ ഒന്നിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ, സകല കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. മക്കളില്ലാത്തവർക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അനേകങ്ങളായിട്ട് ഒരു കുഞ്ഞിനെ കൊതിച്ച് ജീവിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കട്ടെ കുഞ്ഞിനെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്കുണ്ടാകട്ടെ. അനേക നാളുകളായിട്ടുള്ള യൂട്രസ് പ്രോബ്ലം ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുന്ന ബ്ലീഡിങ് ഇപ്പോൾ നിൽക്കട്ടെ. യൂട്രസൊക്കെ മാറ്റി വെക്കണം എന്നൊക്കെ പറഞ്ഞവർക്ക് വേണ്ടി, യൂട്രസ് എടുത്ത് കളയണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്ന ഓവറി സിസ്റ്റ് കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ആ ട്യൂമേഴ്സ് കർത്താവെ കൂടെ മുഴകൾ വരുന്നത് ആ അസുഖമാണ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നിർത്തലാക്കുന്നു. ആക്സിഡൻ്റ് ഒന്നും കിടക്കുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാക്കുന്നു. അനേക നാളുകളായിട്ട് കിടപ്പ് രോഗികളായിട്ട് ബോധം നഷ്ടപ്പെട്ട് വർത്തമാനം പോലും പറയാൻ മേലാത്തവർക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി അവിടെ ഇറങ്ങട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ മക്കളെ സൗഖ്യമാക്കുന്നവർ എഴുന്നേറ്റ് നടക്കുവാൻ കൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Lord Jesus, we pray for each and every family members today, Lord God. Lord, we just thank you for your cause, Lord God Jesus. We just thank you for your love, Lord God. We pray for every family right now, Lord Jesus, who are in distress, Lord. Lord God, we just pray for your presence to be with them, Lord God. We pray, we bless each of oil and water of our houses, Lord God. We pray for healing touch, Lord. We pray for health restorations, Lord. We ask for divine miracles to happen for each house today, Lord God. We pray for each of our family members, Lord God. We pray for people in pain, Lord, people who's having sickness, Lord, who are in hospitals, who have been who's in home, Lord, who's been bedridden, Lord. We pray for a divine touch over them, Lord Jesus. All this I ask your holy name. Pray, amen. പ്രിയപിതാവേ, ഞങ്ങളുടെ യൗവനക്കാരായ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പഠനത്തിനും ജോലിക്കുമായി വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിന് കീഴിൽ ഞങ്ങളെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവർക്ക് വിസ വേഗത്തിൽ ലഭിക്കാനും അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വർഗത്തിലെ ദൈവമേ, ജോലി കിട്ടിയിട്ട് കർത്താവെ ശമ്പളം ലഭിക്കാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ തടസ്സങ്ങൾ മാറട്ടെ. തക്ക സമയത്ത് അവിടെ നന്മകൾ കൈകളിൽ ലഭിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന യുവതി യുവാക്കന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക തുണകളെ അവിടുന്ന് ഒരുക്കി കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മക്കളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ അവർക്കുണ്ടാകട്ടെ. അതിശയം പ്രവർത്തിക്കുന്ന ദൈവകരങ്ങളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഗർഭസ്ഥ ശിശുക്കൾക്ക്
അനവധി കുഴപ്പങ്ങളുണ്ടെന്ന് കേട്ടിട്ട് ഭാരത്തോടിരിക്കുന്ന ജീവിതങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അംഗവൈകല്യങ്ങളൊന്നും കൂടാതെ പൂർണ്ണ ആരോഗ്യവും വളർച്ചയുള്ള പൈതങ്ങൾ അത് ഉണ്ടായി വരേണ്ടതിന് ഞങ്ങളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വസിച്ച് അവരെ അനുഗ്രഹിച്ച് അവർ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാനിടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ചേർന്ന് എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാ യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. വിശുദ്ധ കരങ്ങളെ ഉയർത്തി യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. സാമ്പ്രദായ ഇന്ന് പ്രൈങ്കലിന്റെ കുടുംബയോഗം നമുക്ക് തൊടുപുഴയിൽ വെച്ചാണ് നടക്കുന്നത്. തൊടുപുഴ ഗാന്ധി സ്ക്വയറിന് സമീപം ഐശ്വര്യ ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കുടുംബയോഗം ഉണ്ടായിരിക്കും. നാളെ നമുക്ക് 2 സ്ഥലത്ത് കുടുംബയോഗമുണ്ട്. ഒന്ന് പാലക്കാടും 2 തൃശ്ശൂരും കുടുംബയോഗമുണ്ട്. പാലക്കാട് നാളെ രാവിലെ 9 മണി മുതൽ 11:30 വരെ പാലക്കാട് IMA ഹോളിൽ വെച്ചായിരിക്കും. കോട്ട മൈതാനത്തിന് സമീപം തന്നെ IMA ഹോളിൽ വെച്ചായിരിക്കും കുടുംബയോഗം നടക്കുക. തൃശ്ശൂർ ജവഹർ ബാലഭവനിൽ വെച്ച് ഉച്ചയ്ക്ക് 1 മണി മുതൽ 4 മണി വരെ നാളെ കുടുംബയോഗമുണ്ട്. നാളത്തെ കുടുംബയോഗം പാലക്കാട് സിനിമ 11 മണി വരെ ഉള്ളൂ. 8:30 മുതൽ അല്ലെങ്കിൽ 9 മുതൽ 11 മണി വരെയുള്ള സമയത്ത് വേണം നമുക്ക് ആ പ്രാർത്ഥനയ്ക്ക് എത്തിച്ചേരുവാനും അവിടുന്ന് പ്രാർത്ഥിച്ചു പോകണം. കാരണം വേഗം അത് തീർത്തിട്ട് തൃശ്ശൂർ കുടുംബയോഗത്തിലേക്ക് എത്തിച്ചേരണം. തൃശ്ശൂർ എനിക്ക് തോന്നുന്നു 9 മണിക്ക് മുമ്പ് പോലും രാവിലെ 2 മണിക്കത്തെ കുടുംബയോഗത്തിന് എത്താറുണ്ട് ആളുകൾ. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആഹാരമൊക്കെ കഴിച്ച് ഉച്ചയൂണൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതിയാകും. അവസാന വ്യക്തിക്ക് വേണ്ടിയും കൂടെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടേ എവിടുന്നാണെങ്കിലും പോകുള്ളൂ. പലരും കഴിക്കാതെ പോലും ഇരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലെ കുടുംബയോഗത്തിനും 4-5 മണിക്കൂറുകൾ നേരത്തെ അംഗങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യകതയില്ല. നമുക്ക് ആ ആഹാരമൊക്കെ കഴിച്ച് നല്ല ടീക്ക് ടാക്കായി മിടുക്കുകളായിട്ട് അവിടെ എത്തിയാൽ മതിയാവും. ആരും ക്ഷീണിച്ചു പോകണ്ട, അല്ലേ സിനിമത്തിലെ ഇച്ചിരി വെള്ളമൊക്കെ കൂടെ നേരത്തെ കൊണ്ടുവന്ന് നമുക്ക് വരുന്ന ആളുകളിൽ നേരത്തെ തന്നെ അതൊക്കെ അറേഞ്ച് ചെയ്യാൻ ദൈവം ഇടയാക്കട്ടെ. അല്ല, ഇപ്പോഴത്തെ സ്റ്റേജിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ആഹാരമൊക്കെ കഴിച്ച് ഓരോ മീറ്റിങ്ങിലും എത്തിയാൽ മതിയാവും. ഒത്തിരി വെളുപ്പിനെയൊന്നും എത്തിച്ചേരേണ്ട ആവശ്യമില്ല. അപ്പോൾ പാലക്കാട് നമുക്ക് 11 മണിക്ക് തീർത്താലേ നമുക്ക് 1 മണിക്കുള്ളിൽ തൃശ്ശൂർ എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. സിനിമ അതേ സാമ്പ്രദായം നമ്മൾ തൃശ്ശൂർ കുടുംബയോഗം കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ നേരെ കോഴിക്കോടിന് പോകുന്നത്. നമുക്ക് ഈ വരുന്ന വെള്ളിയാഴ്ച 20-ാം തീയതി കോഴിക്കോട് വെച്ച് നമ്മുടെ കുടുംബയോഗമുണ്ട്. കോഴിക്കോട് നടക്കാവ് ജംഗ്ഷനിൽ സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ ആ ഇംഗ്ലീഷ് പള്ളിയുടെ ഹോളിൽ വെച്ചായിരിക്കും. അത് രാവിലെ 10 മണി മുതൽ 1 മണി വരെ കുടുംബയോഗമുണ്ട്. ആ കോഴിക്കോട് കഴിഞ്ഞ് നേരെ 21-ാം തീയതി ശനിയാഴ്ച കണ്ണൂർ നമ്മുടെ കുടുംബയോഗം നടക്കുന്നു. കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷന് സമീപം ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്ന ബിൽഡിങ്ങിൽ വെച്ചായിരിക്കും. അതും രാവിലെ 10 മണി മുതൽ 1 മണി വരെ കുടുംബയോഗം. തീർച്ചയായിട്ടും സിനിമത്തിലെ ഹാർവസ്റ്റ് TV-യിലൂടെയും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ആണല്ലോ പ്രധാനമായിട്ടും പ്രേയിങ് കേരള ആളുകൾക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളായിട്ട് പരസ്യം ചെയ്ത് ആരെയും ഇങ്ങോട്ട് ഇതുവരെയും ആരെയും ക്ഷണിക്കുന്നില്ല. പക്ഷേ പങ്കെടുക്കുന്നവർ അവർക്ക് ദൈവസ്നേഹത്തിലുള്ള ഉത്തരവാദിത്വത്തിൽ വേറൊരാളോട് രക്ഷപ്പെടണം എന്ന് അവർ
ആഗ്രഹിക്കുന്നെങ്കിൽ അവർ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നു. ആ വലിയ ദൗത്യം, ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഓരോരുത്തരോടും നന്ദി പറയും. ഇന്നലെ മാവേലിക്കര കുടുംബത്തിന് സിനിമത്തിന് വരാൻ പറ്റിയില്ലല്ലോ. അവിടെ വന്ന് ഓരോ പ്രിയപ്പെട്ടവർ പറയുന്ന കാര്യങ്ങൾ മിക്കതും മകന് ഇംഗ്ലണ്ടിൽ പോയി, മകള് അയർലൻഡിൽ പോയി, വേറൊരാൾ UK പോയി, വേറൊരാൾ ജർമ്മനിയിൽ പോയി, കാനഡയിൽ പോയി. ഇതേ കേൾക്കാനുള്ളൂ. അപ്പോൾ ഇവരുടെ ആരംഭ സ്റ്റേജ് നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് വണ്ടിക്കൂലി പോലും എടുക്കാനില്ലാതിരുന്നിടത്തു നിന്ന് ദൈവം അവർക്ക് കൊടുക്കുന്ന ആ ഉയർച്ചകൾ, തലയെ ഉയർത്തുന്ന യേശു. സിനിമ കേരള കുടുംബയോഗത്തിലാണെങ്കിലും ടെലഫോണിലൂടെ വിളിക്കുമ്പോഴാണെങ്കിലും കത്തുകൾ അയച്ച് വിവരങ്ങൾ അറിയിക്കുമ്പോഴും എല്ലാം നമുക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ: ആ വിഷയങ്ങളെ നാം യേശുവിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം തിരിച്ച് നമുക്ക് നൽകിത്തരുന്നതെല്ലാം നന്മയ്ക്കുള്ള അടയാളങ്ങളായിരിക്കും. ഈ അമ്മ പറഞ്ഞത് ഇവരുടെ ഹസ്ബൻഡും വൈഫും കൂടെ വീട്ടിലുള്ള സ്ഥലത്ത് കൃഷി ചെയ്യും. 15 വാഴ അച്ചായൻ നട്ടു, ആൻറ്റി 2 വാഴ നട്ട്. 15 വാഴയ്ക്ക് അത്യാവശ്യമുള്ള എല്ലാ വളങ്ങളും കൊടുത്തു, എല്ലാ പ്രത്യേക പരിഗണനയും കൊടുത്തു. പക്ഷെ 15 ഉണങ്ങിപ്പോയി. ആൻറ്റി 2 വാഴ മാറ്റി വെച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇതിൻ്റെ അടുത്ത് മൂട്ടിക്കൊണ്ടുവന്ന് ഒരു വളവും ഇട്ടേക്കരുത്, ഒന്നും കൊണ്ടുവന്ന് അച്ഛനായിട്ട് ഇതിൻ്റെ ഈ വാഴയ്ക്ക് ഇടരുത്. ആൻറ്റി എന്ന് ഓരോ ദിവസവും ഒരു ബക്കറ്റ് വെള്ളം കോരി വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കും. ആ കൊലകൾ രണ്ടും വലിയ കൊലകൾ, അതായത് വലിയ ആരോഗ്യമുള്ള ആളിന് എടുക്കാൻ പറ്റാത്ത 2 വാഴക്കൊലകൾ അതിലുണ്ടായി. നാട്ടുകാരുടെ മുമ്പിൽ അവർ ഹസ്ബൻഡും വൈഫും പ്രവർത്തിക്കുന്ന യേശുവിൻ്റെ ആ ശ്രേഷ്ഠതയെ അവർ തെളിയിച്ചെടുത്തു. 2024 ദുഃഖിച്ചിരിക്കുന്നതിന് പകരം പ്രവർത്തിക്കുന്ന യേശുവിനെ അവർ മാത്രമല്ല നാട്ടുകാർ പോലും വന്ന് അച്ഛൻ നട്ട 15 വാഴയും കരിഞ്ഞു പോയപ്പോൾ ഈ വാഴകൾ നല്ല കൊലയുള്ളതായി മാറി. അവരുടെ ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ പക്കലുണ്ട്. ഇന്നലെ ഇത് പറയുമ്പോൾ എന്നോട് സാം ബ്രദറെ, ഇതൊന്നും അല്ല, ഇനിയും ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ കൃഷിയിടങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് ആ വെള്ളത്തിൻ്റെ പ്രാധാന്യമോ, അച്ഛൻ ഒഴിച്ച വെള്ളം തന്നെയാണ് ഈ ആൻറ്റി ഒഴിച്ച ഒരേ കിണറ്റിൽ നിന്ന് കോരിയ വെള്ളമാണ്. ഇവിടെ വെള്ളത്തിനല്ല പ്രാധാന്യം, യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തിനാണ് പ്രാധാന്യം, അല്ലേ? എണ്ണ ഏത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നു, ആരുണ്ടാക്കുന്നു, ആ ഇസ്രയേലിൽ നിന്ന് കൊണ്ടുവന്നോ, അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നോ, നമ്മുടെ നാടൻ കോഴിക്കോട്ടെയാണോ, ഇതിനൊന്നുമല്ല പ്രാധാന്യം. ഇതെല്ലാം ഞാൻ എൻ്റെ വിശ്വാസം യേശുവിൽ അർപ്പിച്ചിരിക്കുന്നു എന്ന് എനിക്ക് ബോധ്യമാകേണ്ടതിനുള്ള അടയാളമായിട്ടാണ് ഞാൻ ആ എണ്ണ തൊട്ട് പ്രാർത്ഥിക്കുന്നത്. അത് നാട്ടിൽ തെളിയിക്കാൻ സാധിച്ചു. അതിനകത്തു നിന്ന് 2 കൊല വിറ്റ് കിട്ടിയത് 750 രൂപയുണ്ട്. അപ്പോൾ ഈ അമ്മയ്ക്ക് കൊലയുമായിട്ട് വരാൻ പറ്റാഞ്ഞുകൊണ്ട് 750 രൂപ. ഇത് വന്നപ്പം ഹസ്ബൻഡ് 250 രൂപയും കൂടെ ചേർത്ത് 1000 രൂപ ഇന്നലെ കൊടുത്തു വിട്ടിട്ട് പറയുക, അത് പ്രേയിങ് കേരള പ്രാർത്ഥന മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ. ഇവരോട് ഇത് ഇങ്ങനെ ചെയ്യാൻ ആര് പറഞ്ഞു? ഹല്ലേലൂയ. നോക്കി ഈ വിവരം, യേശു എത്ര നല്ലവൻ. അങ്ങനെ വലിയ ഹൃദയങ്ങൾ ഈ 3849 ദിവസങ്ങളിൽ ഒന്നിച്ചു നിന്നതുകൊണ്ടാണ് കർത്താവ് ഇത്രയും ലക്ഷം ആളുകളെ ഓരോ ദിവസവും അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിൻകരയിൽ വരുന്നൊരു കുടുംബം, അവർക്ക് പ്രേയിങ് കേരള കിട്ടാൻ തുടങ്ങിയത് അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി. അവരുടെ ജീവിതത്തിൽ ഒത്തിരി വിഷയങ്ങളിൽ കടന്നുപോയി. ആ വിഷയത്തിനെല്ലാം ദൈവം മറുപടി നൽകുക. അപ്പോൾ അവർക്ക് വലിയൊരു ആഗ്രഹം, അവർക്ക് അനുഗ്രഹമായ ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അവരെയും കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെല്ലാം ചെയ്യണം. പക്ഷെ അവർക്ക് അങ്ങനെ എടുക്കാനുള്ള തുകകളൊന്നും തന്നെ കയ്യിലില്ല. പക്ഷെ അവരൊരു തീരുമാനം എടുത്ത കാര്യം, അവർക്ക് ഈ ആടിനെയൊക്കെ വളർത്തുന്നുണ്ട്. അതിനകത്ത് ഒരു ആടിനെ അവർ ചെയ്ത കാര്യം, പ്രേയിങ് കേരളയ്ക്ക് വേണ്ടി അവർ വളർത്തുക. അത് വളർന്ന് അതിനെ വിറ്റിട്ട് കിട്ടുന്ന പൈസ അത് പ്രേയിങ് കേരളയിൽ ഇടയ്ക്ക് എന്നാലും നമ്മളോട് വന്ന് ചോദിച്ചാൽ ആടിനെ ആയിട്ട് തരണം, അതൊക്കെ അതിൻ്റെ വിറ്റ് പൈസ തരണം. നമ്മളിപ്പോൾ ആടിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കത് കൊണ്ടുവരാൻ സൗകര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാലും വളരട്ടെ, നമുക്ക് വിറ്റിട്ട് പൈസ തരുന്നതായിരിക്കും നല്ലത്. പക്ഷെ അവർ അതിനുവേണ്ടി അത് ആഗ്രഹിക്കും. അവരുടെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അവരെ ആ മരണത്തിൽ നിന്നും ആത്മഹത്യയിൽ നിന്നും രക്ഷിച്ച ഈ യേശുവിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അതിന് ഈ പ്രാർത്ഥന എങ്ങനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ, അതിന് അവരെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ പ്രേയിങ് കേരളയുടെ കൂടെ നിൽക്കണം. ഇന്നലെ ഒരമ്മ വന്ന് പറഞ്ഞത് അവരുടെ മരുമകന് കാനഡയിൽ ജോലി ഇല്ലാതായിട്ട് കുറേ മാസങ്ങളായി.
അപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. ഒന്നാമത്തെ ദിവസം അദ്ദേഹം കേട്ടത് നന്മയ്ക്കായി അടയാളം. നൂറുകണക്കിന് ഇൻ്റർവ്യൂകൾ, നൂറുകണക്കിന് റെസ്യൂമുകൾ അയച്ചു. എങ്ങൊന്നും ഒരു ചെറിയ അനക്കം പോലും ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കും. ഉപവാസ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ദിവസം അവർ കേട്ടത് നന്മയ്ക്കായി അടയാളം. രണ്ടാമത്തെ ദിവസം ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു. മൂന്നാമത്തെ ദിവസം ജോലി കിട്ടി. ഈ വെള്ളിയാഴ്ച ജോലിയിൽ പ്രവേശിക്കുക, അതും ഏറ്റവും നല്ല ഒരു ജോലിയിലാണ് പ്രവേശിക്കാൻ പോകുന്നത്. നോക്കി, അങ്ങനെ ഈ അമ്മ, നാട്ടിലിരിക്കുന്ന അമ്മ, കാനഡയിലിരിക്കുന്ന ജോലിയില്ലാത്ത മരുമോനോട് എടാ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം പ്രവർത്തിക്കും എന്ന് പറയണമെങ്കിൽ ഈ പ്രാർത്ഥന ഈ അമ്മയ്ക്ക് അനുഭവമായതുകൊണ്ടാണ്. മരുമകൻ അത്രത്തോളം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു എന്ന് തോന്നുന്നില്ല, പക്ഷേ ഈ അമ്മ വിശ്വസിച്ചു. അതെന്തുകൊണ്ടാണ്? ഇതുപോലെ വലിയ ഹൃദയങ്ങളുള്ളവർ ഈ ശുശ്രൂഷയ്ക്ക് ചുമൽ കൊടുത്തത് കൊണ്ടാണ് അത് സാധ്യമായി. നമുക്കറിയാം, പ്രേയിങ് കേരള ഒരു വിശാലമായ സ്ഥലത്തേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. എങ്കിലും അവിടുത്തെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. സിനിമതറാണെങ്കിലും പൊടിയൊക്കെ അടിച്ച് വളരെ പ്രയാസത്തിലൂടെ പോകുന്നു. എനിക്ക് ഇവിടുത്തെ പശയുടെ സ്മെല്ലടിച്ച് അത് അലർജിയായി ആൻറ്റിബയോട്ടിക് ഒരു കോഴ്സ് കഴിഞ്ഞ്, എന്നിട്ടും അതിൻ്റെ ബാലൻസൊക്കെ ഇങ്ങനെ നിൽക്കുക. എങ്കിലും സിനിമതരെ നമുക്കൊരു സന്തോഷം ഇത്രയേ ഉള്ളൂ. ഓരോ വ്യക്തികൾ, ഇന്നലെ മാവേലിക്കരയിൽ വന്ന ഒരു ബിജു ഓർക്കുന്നുണ്ട്. തുടക്കം മുതൽ വരുന്ന, തിരുവല്ലയിലും വരും, മാവേലിക്കരയിലും വരും. ഒരു ടാക്സി ഡ്രൈവറാണ്, ചെങ്ങന്നൂരാണ് വരും. തുടക്കം മുതൽ വരും. 2 കുഞ്ഞുങ്ങളാണ്, അവരെ പഠിപ്പിക്കണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗം കൊണ്ട് അത് പറ്റത്തില്ല. വലിയ സ്വപ്നങ്ങളുണ്ട്, പിള്ളേർ വിദേശത്തൊക്കെ ഒന്ന് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള വഴികളൊന്നുമില്ല. ഇന്നലെ അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കാണുമ്പോൾ, പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, എങ്കിലും അദ്ദേഹത്തെ ഇന്നലെ കാണുമ്പോൾ 2 മക്കളെയും ദൈവം അനുഗ്രഹിച്ചു. മകളെ ദൈവം അനുഗ്രഹിച്ചു, അവളുടെ വിവാഹം നടന്നു. അവർ അയർലൻഡിൽ കുടുംബമായിട്ട് താമസിക്കുന്നു. മകനെ ദൈവം അനുഗ്രഹിച്ചു, അവന് അബുദാബിയിൽ നല്ല ജോലിയിൽ ആയിരിക്കുന്നു. അപ്പോൾ ഇന്നലെ വന്ന കുറേ പേര് പ്രേയിങ് കേരളയിൽ കുട്ടികളുടെ പേരുകൾ സൗജന്യമായി രജിസ്റ്റർ ചെയ്ത് പ്രാർത്ഥിച്ചുവോ, പിന്നെ കാര്യം മറന്നേക്ക് എന്ന് ഇന്നലെ വേറൊരു അങ്കിള് പറഞ്ഞത്, അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷത്തെ, അതായത് 2024 ഡയറി കിട്ടിയപ്പോൾ അദ്ദേഹം അതിനകത്ത് എഴുതി വെച്ച് വിവരങ്ങൾ ഒക്കെ ദൈവം മറുപടി കിട്ടുന്നു. അപ്പോൾ ആ മറുപടിയെക്കുറിച്ച് ഇന്നലെ അദ്ദേഹം പറഞ്ഞ വാചകം, രാവിലെ ഡയറി എടുക്കും, അന്നത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി വെക്കും, പ്രാർത്ഥിക്കും, പിന്നെ മറന്നേര്, വൈകിട്ടാകുമ്പോഴത്തേക്കിന് അതിന് മറുപടിയാണ്. ഇന്നലെ അദ്ദേഹം മുന്നേ പോയി നിന്ന് പുതിയ ഡയറിയൊക്കെ എടുത്ത് അദ്ദേഹം തന്നെ ഇത് മുഴുവൻ നോക്കി. UK-യിൽ UAE-യിൽ 2 പേരെയും ദൈവം അനുഗ്രഹിച്ചു. 2 പേരുടെയും വിവാഹം നടന്നു. ബ്രദറെ, ഇന്നലെ 2 പേരെങ്കിലും എന്നോട് പറഞ്ഞു കാണും, ഞങ്ങളുടെ വീട്ടിലെങ്ങും ആരും ഇങ്ങനെ വിദേശത്തൊന്നും പോയിട്ടൊന്നുമില്ല, അതിനുള്ള വിദ്യാഭ്യാസമോ സൗകര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനെയുള്ളിടത്തും നല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്, ഞങ്ങളെ അങ്ങനെ കാണരുത്. പക്ഷേ ഇന്ന് ആ നാട്ടുകാരുടെ മുമ്പിൽ ദൈവം അവരെ ഉയർത്തി. ഡയറി ഒത്തിരി അനുഗ്രഹം. ഈ 2024 എന്ത് എഴുതിയിട്ടാലും എഴുതിയിട്ടിട്ട് അന്ന് പ്രാർത്ഥിച്ചാലും അന്ന് തന്നെ അതിന് മറുപടി കിട്ടും. കോട്ടയത്തും അദ്ദേഹം തൻ്റെ 1-2 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ കോട്ടയത്തും വന്ന് ഈ വിവരം അറിയിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. യേശു ചെയ്തു കൊടുക്കുന്ന ആ ഡയറികൾ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും, ഇനിയുള്ള കുടുംബയോഗത്തിൽ എല്ലായിടത്തും അത് ലഭ്യമായിരിക്കും. ഇന്നലെ അനേകർ അത് ഒരമ്മ തന്നെ 5 എണ്ണം അവർ വാങ്ങിച്ചു. 5 കൊച്ചുമക്കളാണ്, 5 പേർക്കും അവരത് വാങ്ങി. അവരുടെ കാരണം ദേ എക്സ്പീരിയൻസ് പ്രാക്ടിക്കലി ദ ബ്ലെസ്സിങ്സ് ഓഫ് ദ ലോർഡ്. ജോലി സ്ഥലത്ത്, പഠന സ്ഥലത്ത്, കുട്ടികളുടെ സ്കൂളുകളിൽ പോകുമ്പോൾ ആ ഡയറി കൂടെ കൊടുത്തു വിടാൻ പറ്റും അല്ലേ? അതിനകത്ത് തുറന്ന് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാക്യമുണ്ട്. സിനുവതരെ ഇവിടെ ഇരിപ്പുണ്ട്. ആ പുതിയ ഡയറിയിൽ ഏത് പേജ് തുറന്നാലും സിനുവതരെ ബൈബിളിലെ ഒരു വാക്യം അതിനകത്തുണ്ട്. മർക്കോസ് 5:30, ഇമ്മീഡിയറ്റ്ലി ജീസസ് റെക്കഗ്നൈസിങ് ഇൻ ഹിംസെൽഫ് എന്ന് ഒരു വാക്യം ഇംഗ്ലീഷിലോ മലയാളത്തിലോ, ആ പ്രയാസം കൂടെ മാറ്റി ഇംഗ്ലീഷ് കൊണ്ട് മലയാളവും ഒന്നിച്ച് ഉൾപ്പെടുത്തിയാണ് ഈ ഡയറി വന്നിരിക്കുന്നത്. നമുക്ക് ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ 10:27. തിരക്ക് പിടിച്ചുള്ള ഒരു സമയത്ത് ഇത് ചെയ്തതുകൊണ്ട് അതിൻ്റെ കുറച്ച് പരാധീനതകളുണ്ട്, എങ്കിലും ഏറ്റവും നല്ല രീതിയിൽ ലോക ചരിത്രത്തിൽ തന്നെ ഇങ്ങനൊരു ഡയറി ആദ്യമായിട്ട് കൊണ്ടുവരുവാൻ ദൈവം നമുക്ക് ഇടയാക്കിയല്ലോ. അത് തുടർന്ന് വായിക്കുമ്പോൾ, ഉപയോഗിക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് എനിക്ക്
പ്രേയിങ് കേരള കുടുംബാംഗങ്ങളെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട് സിനുബദറെ. അതിതാണ്, പ്രേയിങ് കേരള പങ്കെടുക്കുന്ന ഓരോരുത്തരും ഒന്ന്, യേശുവിൻ്റെ സമൃദ്ധമായ ജീവനാൽ നിറഞ്ഞിരിക്കണം. ഒന്ന്. രണ്ട്, അവർ കടക്കണിയിൽ നിന്നും സാമ്പത്തിക ദുരിതത്തിൽ നിന്നും അവർ 100% പുറത്തു വരണം. തീർച്ചയായിട്ടും ഇതുപോലുള്ളൊരു പ്ലാനർ, ഒരു ഡയറി നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. ദിസ് വിൽ ബി എ ഹെൽപ്പിംഗ് ടൂൾ. 100% അത് നമ്മളെ സഹായിക്കും. ഇന്ന് ആ കൃഷിയിടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ആ രോഗികൾ സൗഖ്യമാകട്ടെ. ആ എണ്ണയുടെ മീതെ, വെള്ളത്തിൻ്റെ മീതെ കരങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. ഇന്നലെ സിനിമതരെ കുറേ പേര് അവർക്ക് ദൈവം കൊടുത്ത കുഞ്ഞുങ്ങളുടെ വിവരങ്ങളും കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ പ്രേയിങ് കേരളയുടെ കുടുംബയോഗത്തിന് മാവേലിക്കരയിൽ വന്നിരുന്നു. ഇന്നലെ നമ്മളെ ആ 1999 വിവാഹം കഴിഞ്ഞ് 24 വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലാതിരുന്ന ആ സഹോദരൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ അദ്ദേഹം വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം, ആ പ്രേയിങ്ങിലെ പ്രാർത്ഥനയുടെ നന്ദി പറയുന്നു. വൈഫിന് ഡിസ്ചാർജ് ആയി, കുഞ്ഞും അമ്മയൊക്കെ വീട്ടിലായിരിക്കുന്നു, സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന്. ഇത് കണ്ണൂർ നടന്ന. അപ്പം നമ്മുടെ മാവേലിക്കരയിൽ വിവാഹം കഴിഞ്ഞിട്ട് 22 വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്ന ആ ആൻറ്റി, അവരും ഇടയ്ക്ക് എല്ലാം വിളിച്ചിട്ട് പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ച് നന്ദി പറയുമ്പോൾ തന്നെ അപ്പോഴും ആൻറ്റി പല മക്കളും വിവാഹം നടക്കേണ്ട മക്കളുടെ വിവരങ്ങൾ, കുഞ്ഞുങ്ങൾ ഇല്ലാത്തവരുടെ വിവരങ്ങൾ, ക്യാരിങ്ങിലായിരിക്കുന്നവരുടെ വിവരങ്ങളും ഒക്കെ വിളിച്ചു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉറപ്പ് ഇതാണ്, പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് ഏത് വിഷയമാണോ അതിനെല്ലാം ദൈവം മറുപടി തരും. ആ മകന് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഇവരുടെ മകൻ 5ലാണ് പഠിക്കുന്നത്. ഇപ്പം എക്സാം നടക്കുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. പേനകൾ കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ തന്നെ നോട്ട്ബുക്കുകൾ, റൈറ്റിംഗ് പാഡുകളൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്ന വിദ്യാർത്ഥിനികളുണ്ട്. ഇന്നലെ 1-2 ടീച്ചേഴ്സ് വന്നിട്ട് പറഞ്ഞു, പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് എക്സാമിൻ്റെ സമയമാണ്, പ്രേയിങ് കേരള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു 10 മിനിറ്റെങ്കിലും മാറ്റി വെക്കണം. തീർച്ചയായിട്ടും 10 അല്ല, 1 മണിക്കൂറും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. കുഞ്ഞുങ്ങളുടെ വിജയമാണ് നമ്മളുടെ പ്രേയിങ് കേരള ഫാമിലിയുടെ വിജയം തന്നെ. ഒന്നിച്ച് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കണം. ഓരോ സ്റ്റുഡൻറ്റും അനുഗ്രഹിക്കപ്പെടണം. ഈ കുട്ടികളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു, നല്ല മാർഗമൊക്കെ വാങ്ങിച്ചു. തോറ്റ് കിടന്നത് അടിമയായിരുന്നു. ഒരു കൊച്ചിൻ്റെ വിവരം പറഞ്ഞത് ഫോൺ അഡിക്ഷന് 8ൽ പഠിക്കുന്ന കുട്ടിയാണ്. അതിന് ഫോൺ അഡിക്ഷനായിട്ട് അതിൽ നിന്ന് വിമോചനം കിട്ടാൻ അവർ വലിയ തുക മുടക്കി കോഴിക്കോടോ മറ്റോ കൊണ്ടുപോയി ഒരു തെറാപ്പി ചെയ്തു. അപ്പോൾ ഇത് രാത്രി കുറച്ച് നേരമെങ്കിലും ഈ കൊച്ച് ഉറങ്ങുമായിരുന്നു. ഇപ്പോൾ തെറാപ്പി കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് ഫോൺ ഇതിൻ്റെ കയ്യിൽ നിന്ന് മാറ്റിയാൽ ആൾ മാറുക. ഇന്നലെ വന്ന ആളിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. ആ ഉപദ്രവിച്ച ശരീരത്തിലെ ആ ചതവുകളൊക്കെ എന്നെ കാണിക്കാനിടയായി. മുഖത്തെല്ലാം എന്നെ പറഞ്ഞ കരിനീലിച്ച് കിടക്കുക. ഈ പകൽ പ്രാർത്ഥിക്കണം. തെറാപ്പികളൊക്കെ നമുക്ക് ഉപയോഗിക്കണം. പക്ഷേ സ്വാതന്ത്ര്യം യേശുവിൽ നിന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? ബൈബിൾ വ്യക്തമാക്കുന്നു, when Jesus sets you free, you are free indeed. യേശു ഒരുവനെ അല്ലെങ്കിൽ ഒരുവളെ സ്വതന്ത്രയാക്കിയാൽ അവർ യഥാർത്ഥ സ്വതന്ത്രനാണ്, സ്വതന്ത്രയ. ഈ പകൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യാക്കോബ് 5:14 എന്താ സിനിമ അതിനകത്ത് പറയുന്നു, നിങ്ങൾ രോഗികളായിരിക്കുമ്പോൾ സഭയിലെ മൂപ്പന്മാരെ വരുത്തുവിൻ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. കുഞ്ഞമ്മയുടെ ചെവിയുടെ പിറകിൽ വലിയൊരു മുഴയുണ്ടായിരുന്നു. അത് ശ്വാസകോശത്തെയും ബാധിച്ചു. പരിശോധനകളിൽ അത് ക്യാൻസറാണെന്ന് മനസ്സിലായി. അപ്പോൾ അതിന് ചികിത്സകളൊക്കെ പൊക്കോണ്ടിരിക്കുക. പക്ഷേ ഇവർ ചെയ്തത് പ്രേയിങ് കേരളയുടെ മീറ്റിങ്ങിന് മാവേലിക്കര വന്നു. ഒരു ബോട്ടിൽ എണ്ണ പ്രാർത്ഥിച്ച് സൗജന്യമായിട്ടല്ലേ, എത്ര ലക്ഷം ബോട്ടിൽ എണ്ണയാണ് സൗജന്യമായിട്ട് നമ്മൾ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവരത് കൊണ്ടുപോയി പുരട്ടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നു ക്യാൻസർ ഇല്ല. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശുവിലുള്ള വിശ്വാസത്തോടെ ആ വസ്തുക്കളുടെ മേൽ, ആ ചെടികളുടെ മേൽ, പ്രകൃതിയുടെ മേൽ സൗഖ്യത്തിനായി ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ കരങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന എണ്ണയും വെള്ളവും, കർത്താവെ ആ ഡോക്യുമെന്റ്സുകളും ആ പഠന ഉപകരണങ്ങളും പാസ്പോർട്ടും പാസ്ബുക്കും സകല വസ്തുക്കളും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അതുമേ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ അങ്ങ് ഞങ്ങൾ അനുഗ്രഹിച്ചിട്ട് ആ വസ്തുക്കൾ ഞങ്ങൾക്കൊരു അനുഗ്രഹമായി മാറണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രകൃതിയുടെ സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൃഷി മേഖല അനുഗ്രഹിക്കപ്പെടും. ഞങ്ങൾ നടുന്ന ചെടികൾ, വിത്തുകൾ എല്ലാത്തിനുമേലും ദൈവത്തിന് അനുഗ്രഹവും നിറവും നന്മയും ഉണ്ടാകട്ടെ. സകലരുടെ മേലും അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമേ, ഇന്ന് നമ്മുടെ കുടുംബയോഗം തൊടുപുഴയിലുള്ള ഐശ്വര്യ ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് രാവിലെ 10 മണി മുതൽ 1 മണി വരെയുള്ള സമയത്ത് നടക്കുന്നുണ്ട്. നമുക്കിന്ന്
ആ കുടുംബയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നലെ പുനലൂരെ കുടുംബയോഗം കഴിഞ്ഞ ദീപ് ബ്രദറും ടീമും ഒത്തിരി രാത്രിയിലാണ് എത്തിയത്. തീർച്ചയായിട്ടും സമുദ്ര പുല്ലൂർ നമ്മുടെ കുടുംബയോഗം വളരെ അനുഗ്രഹമായിരുന്നു. അനേക പ്രിയപ്പെട്ടവർ കർത്താവ് അവരുടെ ജീവിതത്തിൽ ചെയ്ത അനേകം സാക്ഷ്യങ്ങളെക്കുറിച്ച് കേൾക്കാനിടയായി തീർന്ന ഒരു സഹോദരി വന്ന് പറഞ്ഞത്, ആമീൻ, ഭർത്താവ് 2023 കെട്ടിടത്തിൻ്റെ മുകളിൽ ജോലിക്കിടയിൽ താഴെ വീണ് നട്ടെല്ലിന് പൊട്ടൽ സംഭവിച്ച് ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പറഞ്ഞത് ഇനി മേലെ നടക്കാൻ സാധിക്കത്തില്ല എന്ന്, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മറ്റു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്താണ് ആദ്യമായിട്ട് ഈ പ്രാർത്ഥനയിലും ആരാധനയിലും സാമ്പറെ പങ്കെടുത്തത്. സാമ്പർ പറഞ്ഞ് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ എണ്ണയും വെള്ളവും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു തുള്ളി എണ്ണ എടുത്ത് ആ ശരീരത്തിൽ പുരട്ടി ചേർന്ന് പ്രാർത്ഥിച്ചു. ഡോക്ടേഴ്സ് നടക്കത്തില്ലെന്ന് പറഞ്ഞ ആ സഹോദരനെ കർത്താവ് സൗഖ്യമാക്കി. ഇന്നലെ കുടുംബയോഗം നടന്നപ്പോൾ അവർ കുടുംബമായിട്ട് അവിടെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കാണാൻ സാധിച്ചു. യേശുവേ, അങ്ങ് എത്ര നല്ലവൻ. അവിടുത്തെ പ്രവർത്തികൾ 145 സങ്കീർത്തനത്തിൽ വായിക്കുന്നു. അവിടുത്തെ പ്രവർത്തികൾ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. ഇന്ന് ബർത്ത്ഡേസ്, വെഡിങ് ആനിവേഴ്സറീസ് ഉള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ. ഡയറികൾ വേണ്ടിയവർക്ക് അത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. 1340 ഗ്രാം വെയിറ്റ് ഉണ്ട് ഒരു സെറ്റ് ഡയറിക്ക്. ഇത് ടെട്രാ പാക്കിൽ ആണിത് വന്നിരിക്കുന്നത്. ഇതിങ്ങനെ തന്നെ പാക്ക് ചെയ്ത് ഞങ്ങൾക്ക് എത്തിച്ചു തരാൻ സാധിക്കും. ആവശ്യമുള്ളവർക്ക് അങ്ങനെയും അത് ഓർഡർ ചെയ്യാൻ സാധിക്കും. ഇന്ന് ഷാൻഡി കോട്ടയത്ത് അറിയിക്കുന്നത് സെയ്റ അരുണിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ടാനി ഡോണി അറിയിക്കുന്നത് ഇവ മറിയത്തിൻ്റെ 6th ബർത്ത്ഡേ ആണ്. ബാംഗ്ലൂരിൽ നിന്ന് മൃദുൽ അറിയിച്ചിരിക്കുന്നത് ഇന്ന് 32ാമത് ബർത്ത്ഡേ ആണ്. കസിൻ ബെന്നിയുടെ 48ാമത് ബർത്ത്ഡേ. ആലപ്പുഴയിൽ നിന്ന് മച്ചാമി അറിയിച്ചിരിക്കുന്നു. മൂവാറ്റുപുഴയിൽ നിന്ന് ഡൊമിനിക് അറിയിച്ചിരിക്കുന്നത് 70ാമത് ബർത്ത്ഡേ ആണ്. മകൾ ലോവിനയുടെ 15th ബർത്ത്ഡേ ആണെന്ന് റിനി കൊല്ലത്തു നിന്ന് അറിയിക്കുന്നു. മകൻ ടിബിൻ്റെ 24th ബർത്ത്ഡേ ആണെന്ന് സുനിത പത്തനംതിട്ടയിൽ നിന്ന് അറിയിക്കുന്നു. ഞങ്ങൾ പേരുകൾ പറഞ്ഞാലും ഇല്ലെങ്കിലും എല്ലാവർക്കും ദൈവം ദീർഘായുസ് നൽകട്ടെ. താങ്കൾ ദൈവത്തിന് വിലപ്പെട്ടവരാണ്. അപ്പോൾ തന്നെ പ്രേയിങ് കേരള വേൾഡ് വൈഡ് ഫാമിലിക്കും എല്ലാ നന്മകളും എല്ലാവർക്കും ദൈവം തരട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബർത്ത്ഡേസ്, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഓരോ കുടുംബത്തെയും വ്യക്തിയും നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും നിറയ്ക്കും യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. സ്വർഗ്ഗീയ പിതാവേ, ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കേരളം അനുഗ്രഹിക്കപ്പെടട്ടെ. അനർത്ഥങ്ങളിൽ നിന്ന് സംസ്ഥാനത്തെ രക്ഷപ്പെടുത്തണമേ. ഇന്ത്യ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ നിറവുണ്ടാകട്ടെ. ഓരോരുത്തരിലും ദൈവകൃപയുണ്ടാകും യേശുവിൻ നാമത്തിൽ. Beloved, all of us are born and created to be winners always in Jesus. എന്നും യേശുവിൽ വിജയാളികളാകുവാൻ നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ചേർന്ന് പാടുമ്പോൾ have a vision like an eagle for your future. Have an attitude of a lion. I am born to win. ഉയർത്തിയേ പർവ്വതങ്ങൾക്കുമീതെ, ഉയർത്തിയേ കൊടുങ്കാറ്റുകൾക്കുമീതെ, എന്നേശുവേ നീ എത്ര നല്ലവൻ. ഒന്നിച്ച് എന്നേശുവേ നീ എത്ര നല്ലവൻ. അടുക്കളയിൽ എന്നേശുവേ നീ എത്ര നല്ലവൻ. ആ ജോലി സ്ഥലത്ത് എന്നേശുവേ നീ എത്ര നല്ലവൻ. ആ വാഹനത്തിൽ, കൃഷിയിടങ്ങളിൽ എന്നേശുവേ നീ എത്ര നല്ലവൻ. എന്നേശുവേ